വരുന്ന തിങ്കളാഴ്ച നോമിനേഷൻ സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കണ്ടോത്ത് കോത്തായിമുക്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കാൽ അനുമതിയോടെ താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ ആരംഭിച്ച് ഉച്ചയോടുകൂടി ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അനുമതി നൽകിയ സ്ഥലമുടമ എനിക്ക് ഭീഷണിയുണ്ട് എന്നും അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്നും ആ ഓഫീസ് പൊളിച്ചു മാറ്റണമെന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. 10-20 ആളുകൾ സംഘടിതമായി ചെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളുടെ പ്രവർത്തന ഫലമായി ആർക്കും ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടാണ് എല്ലാ കാര്യത്തിലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിർമ്മിച്ച താൽക്കാലിക ഓഫീസ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ജനാധിപത്യം എന്നത് എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? മാഫിയ സംഘങ്ങളെ ഉപയോഗിച്ച് ഫാസിസത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ പതറാനോ മുട്ടുമടക്കാനോ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്മാറാനോ ഞാൻ സന്നദ്ധമല്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിലാണോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ നേതൃത്വം വിശദീകരിക്കണം എന്നുകൂടി